നമസ്കാരം. പെൻഷൻ കിട്ടി തുടങ്ങിയപ്പോൾ ആ കുട്ടി പിന്നെ വരാതായി. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. 24 മണിക്കൂറും ഞാൻ കിടപ്പിലാണ്. മമ്മൂട്ടിക്കുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. മനസ്സിൽ വിഷമുള്ളവരെ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഇതൊക്കെ ചീപ്പായിട്ടുള്ള ആരോപണമാണ്. അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കും, അമ്മയിൽ നിന്ന് എന്നെ പുറത്താക്കണോ. അന്ന് അമ്മ മീറ്റിങ്ങിലൊന്നും മമ്മൂട്ടിയില്ല. എന്നിട്ട് പുള്ളി പറയുന്നത് അയാളുടെ മനസ്സ് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പെമ്പിളരെ കൊണ്ട് കിടക്കുന്നത്, പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തതെന്നാണ്. അമ്മയിൽ നീതികേട് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എതിർക്കും. ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നിന്നും ഇംഗ്ലീഷ് പടത്തിൽ നിന്നും പുറത്താക്കിയതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും അമ്മ ഇതേവരെ നടത്തിയിട്ടില്ല. എൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതാണ്. ഡാം 999 എന്ന് പറഞ്ഞ പടത്തിൽ എഗ്രിമെൻ്റ് വെച്ച ശേഷമാണല്ലോ ഫെഫ്ക തടയുന്നത്, അഭിനയിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ അയാളെ വെച്ച് അഭിനയിപ്പിച്ചോ, പക്ഷേ ലൈറ്റോ ക്യാമറയോ ഒരു ടെക്നീഷ്യന്മാരെയും ഫെഫ്ക തരില്ല എന്നേ പറഞ്ഞു. ഫെഫ്ക അതിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാക്കില്ല. അങ്ങനെയാണല്ലോ മാറ്റിയത്. പക്ഷേ മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ പ്രതിഫലം പറഞ്ഞിരുന്നോ മുഴുവൻ പൈസയും കൊടുത്തിട്ടാണ് സോഹൻ റോയ് അദ്ദേഹത്തെ പടത്തിൽ നിന്ന് മാറ്റിയത്. അത് ഒരിടത്തും തിലഞ്ചേട്ടൻ പറയില്ല. താങ്കൾ സെറ്റിൽ മദ്യപിക്കുമോ? മദ്യപിക്കും. മമ്മൂട്ടി കണ്ടിട്ടുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുത്ത മദ്യം കഴിച്ചിട്ടുള്ള ആളാണ് മമ്മൂട്ടി. അല്ലെന്ന് അദ്ദേഹം പറയട്ടെ. ഒരു പെഗ് ഞാൻ ഊണ് കഴിക്കുമ്പോൾ കഴിക്കും. അതിലെന്താണ് കുഴപ്പം? സത്യം പറഞ്ഞാൽ ഒന്നുമല്ല, രണ്ടുമല്ല, മൂന്നുമല്ല, ഞാൻ സാക്ഷിയാണ്. ബെൻഡ ഡാനിയലിൻ്റെ സെറ്റിൽ ഈ ഹർമണിയെപ്പറ്റി നല്ല തോലിലുണ്ടാക്കിയ ബ്രീഫ് കേസ് മടിയിൽ തുറന്നു വെച്ചു. എന്നിട്ട് ആരും കാണുന്നതും പുള്ളിക്ക് പ്രശ്നമില്ല. കട ഗ്ലാസ്സിലൊഴിച്ചു, വെള്ളം ഒഴിച്ചു, കുടിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ബൈപ്പാസ് കഴിഞ്ഞ ആളല്ലേ, അതിന് ഇതൊക്കെ കഴിക്കാമോ? ഡോക്ടറാണ് എന്നെ അഡ്വൈസ് ചെയ്തത്, ആഹാരം കഴിക്കുമ്പോൾ ഒരു പെഗ് കഴിക്കാമോ. ഇതിപ്പോൾ കഴിച്ചത് ഒരു പെഗ്ഗാണ്, കുറച്ചളവ് കൂടി കാണും. നമ്മൾ ഉച്ചയ്ക്ക് നോക്കുമ്പോഴും ഈ ഹർമോണിയെ പറ്റി തുറന്നു വെച്ച് അടിക്കുകയാണ്. പക്ഷേ പുള്ളി പറയുന്നത് അതിൽ മമ്മൂട്ടിക്ക് എന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. മദ്യപിച്ചതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും മദ്യപന്മാരാണ്. സെറ്റിൽ മണമടിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതൊക്കെ ചുമ്മയാണ് തിലഞ്ചേട്ടൻ പറയുന്നത്. ഞാൻ മറ്റുള്ളതിലൊക്കെ പറയുമ്പോൾ പൊങ്ങനെന്ന് വിചാരിക്കരുത് ചേട്ടാ. ആ സെറ്റിൽ ഞാനെങ്കിലും ഇല്ലേ ചേട്ടാ മദ്യപിക്കാത്തത്? എല്ലാവരും മദ്യപന്മാരാണെന്ന് അങ്ങനെ ബ്രാൻഡ് ചെയ്യരുത്. പിന്നെ മമ്മൂട്ടിക്ക് ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ചോദിക്കാൻ തെളിവില്ല. എനിക്ക് മമ്മൂട്ടിയോട് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ മമ്മൂക്ക മദ്യപിക്കുമെന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് മദ്യം വിൽക്കാൻ. അപ്പോൾ ഞാനത് വാങ്ങും, കഴിക്കും. സെറ്റി കഴിക്കുന്നതിലാണ് അത്രയാണ് മമ്മൂക്ക ഉടക്കിയിട്ടുള്ളത്. വർഷങ്ങളോളം KPSC ലളിതമായി മിണ്ടത്തില്ലായിരുന്നു അല്ലേ? എന്നിട്ടും ഒരുമിച്ച് അഭിനയിക്കുന്നതിൻ്റെ ആ കെമിസ്ട്രി എന്താണ്? സിനിമയിൽ എൻ്റെ പെങ്ങളായിട്ടോ അമ്മയായിട്ടോ അഭിനയിക്കാൻ കഴിവുള്ള നടി ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലളിതയാണെന്നേ പറയാൻ പറ്റൂ. അന്ന് ചേച്ചിയായാലും കുഴപ്പമില്ല, അന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. KPSCയിൽ ഞാൻ ലളിതയ്ക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഉടക്കാൻ എന്താണ് കാരണം? പല കാരണങ്ങൾ കൊണ്ടും ഉടക്കിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടക്കും. 5 വർഷം മിണ്ടാതിരുന്നിട്ടുണ്ട്. ശ്രീവിദ്യയാണ് ഉടക്ക് മാറ്റിയത്. 5 വർഷത്തിൽ 3 പ്രാവശ്യം എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യയായിട്ട്. സത്യം പറഞ്ഞാൽ ലളിത ചേച്ചിയാണ് തിലഞ്ചേട്ടനോട് മിണ്ടാതാവുന്നത്, അല്ലാതെ തിലഞ്ചേട്ടൻ ലളിത ചേച്ചിയോടല്ല മിണ്ടാതാവുന്നത്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുമ്പോൾ ലളിത ചേച്ചിയാണ് ഉടക്കുന്നത്, എന്നിട്ട് പിണങ്ങും. അമ്മ ജഗതി ശ്രീകുമാർ, സുകുമാരൻ എന്നിവർക്ക് എതിരായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് ഇവർ കമ്മിറ്റി അംഗങ്ങളാണിപ്പോൾ. എന്നിട്ടും ശക്തമായ ഇടപെടലുകൾ അവർ നടത്താത്തത് എന്താ എന്ന് ചോദിച്ചു. അത് കമ്മിറ്റി വിലക്കിയിട്ടുണ്ടാവും. ഇന്ദ്രജിത്തും പൃഥ്വിരാജും വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന നടന്മാരാണ്. അവർ കാല് കുത്തിയിട്ടല്ലേ ഉള്ളൂ. അവർ വരുന്നതിനെ സൂപ്പർ താരങ്ങൾ എതിർത്തിട്ടില്ല. അതെന്താണെന്തോ അതിൽ മാത്രം അവരങ്ങ് വിട്ടു. ഞാൻ അനുകൂലിച്ചിട്ടുണ്ട്. പുതിയ മുഖങ്ങൾ വരട്ടെ, സിനിമ നന്നാകട്ടെ. ഇപ്പോൾ പൃഥ്വിരാജിനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. കൂകി തോൽപ്പിക്കാൻ നോക്കി, പക്ഷേ അത് വിനയായിട്ട് വന്നു അവർക്ക്. ഇനി ജനം തീരുമാനിച്ച ഫാൻസ് അസോസിയേഷന് തിയേറ്ററിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വരും. മുൻപ് താങ്കളെ നാടക സമിതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടല്ലേ? ഉണ്ട്.
ആയിട്ടുള്ളവരെ മതി നാടക ട്രൂപ്പിലെന്ന് അല്ലെങ്കിൽ KPAC-യിലെന്ന് ദേവരാജൻ തീരുമാനിച്ചു. സംഗീത സംവിധായകൻ ദേവരാജനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അനാവശ്യമായി ചോദ്യം ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളോട് എനിക്ക് സ്നേഹമുണ്ട്, അത് താങ്കളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, താങ്കളുടെ സംഗീതം കേട്ടിട്ട് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് എനിക്കത്ര അടുപ്പമില്ല. അന്ന് പുറത്താക്കാൻ കാരണം ഈ പ്രശ്നമാണോ? അതെനിക്കറിയില്ല. അതിനിടയ്ക്ക് ഒരു ലവ് അഫെയറിൻ്റെ കാര്യം വന്നിരുന്നു. അതിൽ അഭിനയിച്ച, അതായത് KPAC-യുടെ നാടകത്തിൽ അഭിനയിച്ച ഒരു നടിയെ ഞാൻ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അന്നെനിക്ക് വേറൊരു ഭാര്യയുണ്ട്. മാധവൻ മീറ്റിംഗ് വച്ചിട്ട് പറഞ്ഞു, നാടക ജീവിതത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്ന്. ശരിയായിരുന്നോ കാര്യം? ശരിയാണ്. അവർ എൻ്റെ ഭാര്യയാണ് ഇപ്പോൾ. അന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. മാധവനെ KPAC-യിൽ നിന്ന് മാധവനെ മാറ്റിയാൻ കാരണവും പ്രേമമായിരുന്നു. വിജയകുമാരിയെ മാധവൻ പ്രേമിച്ച് കിട്ടിയതാണ്. ഇപ്പോൾ മാധവേട്ടനും ഇല്ല, തിലകൻ ഇല്ല. എന്നാലും പറയട്ടെ, 100% പച്ചക്കള്ളമാണ് തന്നെ ന്യായീകരിക്കാൻ വേണ്ടി തിലകൻ ചേട്ടൻ പറഞ്ഞത്. ബാലതാരമായി KPAC-യിൽ വന്നതാണ് വിജയകുമാരി. അവർ വളർന്ന് വലുതായി KPAC നാടകങ്ങളിലെ നായികയായി. കെട്ടുപ്രായം കഴിഞ്ഞ മാധവനെ വിവാഹം കഴിപ്പിക്കണമെന്ന് KPAC-യിലെ സുഹൃത്തുക്കൾ തീരുമാനിക്കുന്നു. പുറത്തെന്തിന് അന്വേഷണം? ഇവിടെ ഒരു കൊച്ചുണ്ടല്ലോ, നമുക്ക് അവളെ ആലോചിക്കാം എന്നായി നാടക സമിതിക്കാർ. അത് എനിക്ക് തോന്നുന്നു ഈ പോറ്റി സാറൊക്കെയാണ് ചെയ്തത്. നമുക്ക് പുറത്തുനിന്ന് അന്വേഷിക്കേണ്ടതേ, നമ്മളിവിടെ തന്നെ ഒരു കൊച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞു. വിജയകുമാരിയുടെ വീട്ടുകാരെ കണ്ട് KPAC സംസാരിക്കുന്നു, വിവാഹം ഉറപ്പിക്കുന്നു, കെട്ടിക്കുന്നു. KPAC-യിൽ നിന്ന് മാധവനെ മാറ്റാൻ കാരണം ഒരു ഉത്തരേന്ത്യൻ നാടക പര്യടനവും അവിടെ നടന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങളും പകരം കളിച്ച ഒരു നാടക അവതരണവും ഒക്കെ ചേർന്നതാണ്. ഇക്കാര്യം KPAC-യുടെ പഴയ മിനിറ്റ്സ് നോക്കിയാൽ അറിയാനാവും. പതിവായി നാടകങ്ങൾക്ക് പാട്ടെഴുതുന്ന ONV-യെ ഒരു നാടകത്തിൽ നിന്ന് മാറ്റി നിർത്തി വയലാറിനെ കൊണ്ട് പാട്ടെഴുതിക്കാം എന്ന് KPAC തീരുമാനിച്ചു. ആ നാടകമാണ് അശ്വമേധം. ഇക്കാരണത്തിലാണ് KPAC-യുമായി ONV പിണങ്ങുന്നത്. മാധവനോടൊപ്പം കാളിദാസ കലാകേന്ദ്രം ഉണ്ടാക്കാനായി ഇറങ്ങിത്തിരിച്ചു. ഇതെല്ലാം അറിയാമെങ്കിലും തിലകൻ അജന്താലയത്തിനോട് കളവാണ് പറഞ്ഞത്. മാധവൻ വിജയകുമാരിയെ പ്രേമിച്ചതുകൊണ്ടാണ് KPAC-യിൽ നിന്ന് പുറത്താക്കിയത്. KPAC കല്യാണം നടത്തി കൊടുത്തു. വർഷങ്ങളോളം നാടകങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് മാധവേട്ടൻ ONV-യുമായിട്ട് KPAC-യിൽ നിന്ന് പിരിയുന്നത്. ഇങ്ങനത്തെ നട്ടാ കുരുക്കാത്ത ഒരുപാട് തോന്നലുകളും കള്ളങ്ങളും തിലകൻ ചേട്ടൻ പറയും. പ്രേമിക്കുന്നത് കുറ്റമാണോ? അങ്ങനെ ആണ് എന്നെ പുറത്താക്കിയത്. 4 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു. അന്ന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് ഇവിടെ അടുത്തതിൻ്റെ പ്രേമം. അന്ന് ഒരു ദിവസം കുമാരൻ എന്ന നടൻ എൻ്റെ വീട്ടിൽ വന്നു. പുള്ളിയുടെ പരാതിയും കൂടിയാണ് എന്നെ പിരിച്ചുവിടാൻ കാരണമായത്. കുമാരൻ ദേവരാജൻ്റെയും വക്കം ചന്ദ്രശേഖരൻ നായരുടെയും മാധവൻ്റെയും അടുത്ത് ചെന്ന് പറഞ്ഞു, തിലകനെ തിരിച്ചു വിളിക്കണമെന്ന്. പട്ടിണി കിടന്നിട്ടുണ്ടോ? ഉണ്ട്, ആരെയും അറിയിച്ചിട്ടില്ല. ഇത് കേൾക്കൂ, കാരണം ഇടയിൽ കയറി തോക്കി കയറി വെടിവെക്കില്ലെന്ന് പറയും പോലെ നിങ്ങൾ അതിനിടയിൽ വേറെ ചോദ്യം ചോദിക്കേണ്ടതെന്നാണ്. ഇത് കേൾക്കൂ, തിരിച്ചു വിളിക്കണമെന്ന് പറയുന്ന നിങ്ങളല്ലേ പരാതി പറഞ്ഞിരിക്കുന്നത് എന്ന് അവർ കുമാരനോട് ചോദിച്ചു. ശരി, ഞാൻ ആ പരാതി പിൻവലിക്കുന്നുവെന്ന് കുമാരൻ പറഞ്ഞു. എനിക്ക് പകരം വന്ന വിജയൻ പറഞ്ഞു, ഞാനായിട്ട് അത് ചെയ്തിട്ട് ശരിയാകുന്നില്ല, ചേട്ടൻ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അഭിനയിച്ചു. അപ്പോൾ ആ നടിയെ പിരിച്ചുവിട്ടത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഏത് ഈ പ്രേമിച്ചത്. പിന്നെയാണ് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായത്. ഒരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന്. ശരിയാണോ? കറുത്ത മുഖവും ചിരട്ടയിലിട്ട് പറണ്ടു വന്ന ശബ്ദവും പേരിൻ്റെ കൂടെ തിലകൻ എന്നുകൂടി ചേർത്താൽ കേരളത്തിൽ ആർക്കും ഞാൻ തിലകൻ്റെ മകനാണ് എന്ന് പറയാനാകും. ഞങ്ങളാരും തിലകൻ്റെ മകനാണെന്ന് പറയുന്ന ഒരു തെളിവുമില്ല ചേട്ടാ എന്ന്
തിലകൻ ചേട്ടൻ്റെ ഒരു മോൻ എന്നോട് തുറന്നു പറഞ്ഞിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അവൻ തള്ളി പറയും. ഇപ്പോൾ അവൻ തിലകൻ്റെ മൊത്തം ഹോൾസെയിലിൽ കൊണ്ട് നടക്കുക. എൻ്റെ കൂടെ പറഞ്ഞാൽ, ചേട്ടാ ചിരട്ടയിലിട്ട് പറഞ്ഞ പോലത്തെ ശബ്ദവും കറുത്ത നിറവുമുള്ള ഒരുത്തൻ അവൻ്റെ പേരിൻ്റെ കൂടെ തിലകൻ നിട്ടാൽ ഞങ്ങൾക്ക് തർക്കിക്കാൻ ഒക്കില്ല. കാരണം ഞങ്ങളുടെ അമ്മമാരെ ഒന്നും ഒഫീഷ്യലായിട്ട് തന്തപ്പടി കെട്ടിയിരുന്നില്ല എന്ന് എന്നോട് പറഞ്ഞ ആളുണ്ട്, ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഇവരെയും കഴിച്ചിട്ടില്ല, അത് രണ്ടാമത് കെട്ടിയതിനെയും കഴിച്ചിട്ടില്ല. അവരെ എൻ്റെ കൂടെ താമസിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അവർ പ്രസവിച്ച കുട്ടിയാണ് ഇപ്പോൾ ഇതുവഴി കടന്നുപോയ ഡോക്ടർ. ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറകെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൾ നടന്നുപോയി. അപ്പോൾ അദ്ദേഹം പറയാണ്, അവർ പ്രസവിച്ച കുട്ടിയാണ് ഇപ്പോൾ ഇതുവഴി പോയ ഡോക്ടർ. അനേകം ഭാര്യമാരുണ്ടെന്ന് പരാതിയുണ്ടല്ലോ. അതില്ലാത്ത ഒരാളെ പറഞ്ഞു തരാൻ പറ്റുമോ സിനിമാ ജീവിതത്തിൽ? എന്തു ബാലിശമായ ഉത്തരവെന്ന് ആലോചിച്ച് നോക്കി. സിനിമയിലുള്ളവന്മാരെല്ലാം വഴിയ പണതിനെയൊക്കെ കെട്ടിക്കൊണ്ട് നടക്കണം എന്നാണ് പുള്ളി പറയുന്നത്. അതില്ലാത്ത ഒരാളെ പറഞ്ഞു തരാൻ പറ്റുമോ സിനിമാ ജീവിതത്തിൽ? പിന്നെ ചിന്ന വീട്ടിൽ നിന്ന് 10,000 രൂപ കൊടുത്ത് രക്ഷിച്ചിട്ടുണ്ട് ഒരു ഗംഭീര നടനെ ഞാൻ. എനിക്ക് അനേകം ഭാര്യമാരില്ല, 2 പേരേ ഉള്ളൂ. ആദ്യത്തേനെ ഞാൻ പറഞ്ഞു വിട്ടു, മനസ്സിലായ? ആദ്യത്തെ 3 ആൺമക്കളുള്ള ഭാര്യയെ ഞാൻ പറഞ്ഞു വിട്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതും പച്ചക്കള്ളമാണ്. പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആദ്യം എൻ്റെ അമ്മാവൻ്റെ മോളെ. എനിക്ക് ജോലിയില്ല എന്ന ഒറ്റ കാരണത്താൽ എനിക്ക് കെട്ടിച്ചു തന്നില്ല. ഇപ്പോൾ അതിൽ വിഷമിക്കുന്നു അവർ. മുൻവിധിയാണല്ലോ കുഴപ്പങ്ങൾക്ക് കാരണം. എനിക്ക് പറയാനുള്ളത്, മനസ്സമാധാനമാണ് ജീവിതത്തിൽ വലുത് എങ്കിൽ ആ മാമൻ്റെ മകൾ അല്ലെങ്കിൽ മുറപ്പെണ്ണ് സന്തോഷമായി സമാധാനമായി ജീവിക്കാകാം. ഇപ്പോൾ അത് ഉറപ്പാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ സന്തോഷവും കിട്ടില്ല, സമാധാനവും കിട്ടില്ല. ജീവിതത്തിൽ അനേകം സ്ത്രീകൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അല്ലാത്തവർ ആരാണുള്ളത്? കേരളത്തിലെ എല്ലാവർക്കും വരികയും പോവുകയും ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങൾ കൂടെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഭയങ്കര മുൻകോപിയാണോ? മുൻകോപമുണ്ട്, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അങ്ങനെ ഹൃദയമുള്ള മനുഷ്യനായിട്ടും അമ്മയോട് എത്രയോ വർഷം മിണ്ടാതിരുന്നില്ലേ? സ്വന്തം അമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിലാണ് മിണ്ടാതിരിക്കുന്നത്. 40 വർഷത്തോളം അമ്മയോട് മിണ്ടാതിരുന്നു. അവസാനം അമ്മയെ ഞാനാണ് രക്ഷിച്ചത്. ആ മകൻ ക്രൂരനല്ലേ? ക്രൂരനാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മ ക്രൂരയാണെന്ന് പറയില്ലല്ലോ ആരും. അമ്മ മക്കളെ കൊന്നിട്ടില്ലേ ഇവിടെ? ഓരോ അബോർഷനും കൊലപാതകമല്ലേ? പിന്നെ അമ്മ എങ്ങനെ ക്രൂരയല്ലാതാവും? ഞാൻ നാടകത്തിലിറങ്ങി എന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്ക് വീട്ടിൽ ആഹാരം നിഷേധിച്ചു. ഞാൻ വീട്ടിൽ പട്ടിണിയിരിക്കുമ്പോൾ എൻ്റെ പെങ്ങന്മാരും അനിയനും മൃഷ്ടാന്ന ഭോജനം കഴിക്കുകയായിരുന്നു. ഒരിക്കൽ തിരുവോണത്തിന് ഇലയിട്ടപ്പോൾ ഒരില കുറച്ചാണ് ഇട്ടത്. അന്ന് അമ്മയുടെ താലി തലയണക്കീഴിൽ നിന്നെടുത്ത് വിറ്റ് ഞാൻ കള്ളു കുടിച്ചു. മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ അന്ന് കള്ളു കുടിച്ചത്. നാടകത്തിൽ അഭിനയിച്ചതുകൊണ്ടാണ് ഞാൻ നാടകം കൊണ്ടല്ലേ ജീവിക്കുന്നത്. ഞാൻ നാടകങ്ങളിൽ അഭിനയിച്ചതുകൊണ്ടല്ലേ ഇന്ന് ഞാൻ ദൂരദർശൻ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത്, വെള്ളിയാഴ്ചയും ഇരിക്കുന്നത്. ഇതുവരെയുള്ള ചേട്ടൻ്റെ ഇൻ്റർവ്യൂ അവിടെ വരെ വച്ചിട്ട് ഞാൻ ബാക്കി നമ്മുടെ സ്വകാര്യമായി പറയുകയാണ്. നന്ദി, നമസ്കാരം.